16,000 കണ്ടക്ടറും 17,000 ഡ്രൈവറും ഉണ്ട് ഇവിടെ. 5,000 ബസ്സാണ് ഞങ്ങൾ ആവറേജ് ഓടിക്കുന്നത്. ആ ബസ് ഓടിക്കാൻ ആളില്ല. അതിന് കാരണം ഇതാണ്, ഈ ബസ് ഓടിക്കുന്നതും കണ്ടക്ടറാകുന്നതും ടൈറ്റ് വർക്കാണ്. ആരവിടെ കയറിയാലും എങ്ങനെയെങ്കിലും ഈ പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആക്സിഡന്റ് അതിനൊരു മാർഗമാകും. എല്ലാവരും മര്യാദയ്ക്ക് പണിയെടുത്താൽ KSRTC രക്ഷപ്പെടും. സമരം, പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാൽ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ലെന്ന് ടോമിൻ തച്ചകരി പറഞ്ഞു. ജോലിക്കിടയിൽ പരിക്കുപറ്റിയവരെ പ്രധാന ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നുവെന്ന പരാതി പരിഗണിക്കുമെന്ന് ടോമിൻ തച്ചകരി പറഞ്ഞു. അവരെ ഒരു മെഡിക്കൽ ബോർഡിന് വിട്ട് ആ ബോർഡ് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അവരെ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് ഡ്യൂട്ടിയിലേക്ക് ഇടും. കഴിഞ്ഞ 3 മാസമായി പ്രൊമോഷൻ നിഷേധിച്ചിരിക്കുകയാണെന്ന പരാതിക്കും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നുവെന്ന പരാതിക്കും ടോമിൻ തച്ചകരിയുടെ മറുപടി ഇങ്ങനെ: അനേകം പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പണമില്ല. പണമില്ലാതെ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കും. 30-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള മാത്രം പണമുണ്ട് ഇവിടെ. മറ്റൊരു ആക്ടിവിറ്റീസിന് പണമില്ല. ഇത് ഇവർക്കും അറിയാം. KSRTC വലിയ നഷ്ടത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ബസ്സുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ടോമിൻ തച്ചകരി പറഞ്ഞു.